ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ മർച്ചന്റ്സ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ചെറുപുഴ ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ MT അനുസ്മരണവും സിനിമാ താരം മൂറിന് അനുമോദനവും സംഘടിപ്പിച്ചു. യോഗത്തിൽ ലളിത ബാബു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K ദാമോദരൻ മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജയൻ പെരിങ്ങാല MT അനുസ്മരണ പ്രഭാഷണം നടത്തി. സിനിമാ താരം മൂർ, രവി വാഴക്കോടൻ, മാത്യു മുകളയിൽ എന്നിവർ പ്രസംഗിച്ചു. ഈ വായനശാലയുടെ സെക്രട്ടറി, താലൂക്ക് ലൈബ്രറി സെക്രട്ടറി, താലൂക്ക് ലൈബ്രറിയുടെ സെക്രട്ടറി എല്ലാം പോയി. മറ്റു രണ്ടുമായിട്ടുള്ള ശ്രീ ദാമോദരമായിട്ടാണ് അദ്ദേഹത്തെ അലങ്കരിക്കുന്നത്. നമ്മുടെ വായനശാലയുടെ എക്സിക്യൂട്ടീവ് മെമ്പറും ഒരു പൊതുപ്രവർത്തകയും അതിലുപരി നമ്മുടെ ഈ ദേശീയ അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ നാട്ടുകാരൻ കൂടിയായ മൂറ്. അടുത്ത കാലത്ത് ഇന്ന് നമ്മുടെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ MT അനുസ്മരണമാണ്. MTയുടെ 14 കഥകൾ ചേർത്ത് ഒരു സിനിമയാക്കിയിട്ടുണ്ട്. അതില് മമ്മൂട്ടിയോടൊപ്പം അഭിനയിച്ചിട്ടുള്ള ഒരാളും കൂടിയാണ് നമ്മുടെ മൂറ്. അദ്ദേഹം ഏതൊക്കെ സിനിമയിലാണ് അഭിനയിക്കുന്നത്? ഇപ്പൊ ഒന്നൊക്കെ സിനിമ ഇറങ്ങാനുണ്ട്. ഒരു സ്വഭാവ നടനും അതുപോലെ വില്ലൻ വേഷത്തിലൊക്കെയാണ് ഉണ്ടാവുക. അപ്പൊ ഏതൊക്കെയാണ് അഭിനയിക്കുന്നത്, എന്തൊക്കെയാണെന്നൊക്കെ മൂറ് വന്നതിന് ശേഷം നേരിട്ട് നിങ്ങളോട് പറയും. അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ സിനിമാ ലോകത്തേക്ക് എത്തപ്പെട്ടിട്ടുണ്ട്. ചിലരൊക്കെ നല്ല നിലവാരത്തിൽ അവിടെ ഇങ്ങനെ പ്രശോഭിച്ചുകൊണ്ടിരിക്കും. ചിലരൊക്കെ മുഖം കാണിച്ച് ഇന്നത് മധ്യാസ്ഥികളും ഉണ്ട്. ഏതായാലും ഇങ്ങനെ പോയവരുടെ കൂട്ടത്തിൽ വളരെ ശ്രദ്ധേയമായ വേഷങ്ങൾ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ് മൂറ്. ഇതിന്റെ ചില ഭാഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പൊ അത്തരത്തിലുള്ള ഒരു കുട്ടി, ഇപ്പൊ കുട്ടിയല്ല, വളർന്നു കഴിഞ്ഞു നമ്മുടെ ഇടയിൽ നിന്ന് പാട്ടുകാരനായ ഒരാള് ഉയർന്ന സിനിമാ ലോകത്തേക്ക് എത്തിയിരിക്കുന്നു എന്നത് നമുക്കെല്ലാം അഭിമാനകരമായ ഒരു കാര്യമാണ്. ഇതിനു മുമ്പ് കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയപ്പോൾ ഇതുപോലൊരു യോഗം ഞങ്ങൾ ഏർപ്പാട് ചെയ്തതാണ്. പക്ഷെ അദ്ദേഹത്തിന് അതിന് 3-4 ദിവസം മുമ്പ് പെട്ടെന്ന് പോകേണ്ടതുള്ളത് കൊണ്ട് ഈ പരിപാടി നടത്താൻ സാധിച്ചില്ല. ഇപ്പോഴാണ് സമയം ദിവസവും ഒക്കെ തന്നത്. ഏതായാലും ഇന്നിവിടെ എത്തും എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ അടുത്ത് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ഏതായാലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവും. അദ്ദേഹത്തിന് എല്ലാവിധ അനുമോദനവും നൽകാനാണ് നമ്മൾ ചേർന്നിരിക്കുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹം വന്നതിന് ശേഷം പറയാം. അപ്പൊ നമ്മുടെ അടുത്ത കാര്യം, നമ്മൾ MT ഇവിടെ കഥാലോകം, MT വാസുദേവൻ നായരെ പറ്റി നിങ്ങൾക്കറിയാം. MT എന്ന 2 അക്ഷരം കൊണ്ട് തന്നെ ലോകത്തിൽ അറിയപ്പെടുന്ന ഒരാളാണ് നമ്മുടെ MT ബാബു. അപ്പൊ അത് പറയാൻ അച്ഛനും ഇൻട്രസ്റ്റഡ് ആണ്, നമുക്ക് ഇൻട്രസ്റ്റഡ് ആകാനല്ലേ. അവിടെ പോയ അവരൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ പോയി അവിടെ കിട്ടി. അങ്ങനെ ഇരിക്കുന്ന മാതാപാർവതി പാർവതിച്ചിനെ പരിചയപ്പെടുന്നത്. പാർവതി നാടകം കളിക്കാനുണ്ട്. നമുക്ക് മാലാപാർവതി ഗോതയിലൊക്കെ തൊഴിലിനോട് അമ്മയായിട്ടുണ്ട്. അങ്ങനെ കുറെ ചിന്തകളുണ്ട്. ഏറെ ഉണ്ട് മുത്തശ്ശേരി. അപ്പൊ പാർവതി എന്നെ ഒരു ദിവസം ഫോൺ വിളിച്ചെന്നെ ആ സമയത്ത് ഫോൺ വിളിച്ചിരിക്കും. ഞാൻ ഫോൺ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ വേറെ കൂട്ടുകാരനെ നമ്പർ വിളിച്ചിട്ട് പോയി ശങ്കറിനെ പോയി കാണാൻ. ശങ്കറിനെ പടം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവിടെ എത്തിപ്പെട്ടിട്ടാണ് ആള് എന്നെ പ്ലേസ് ചെയ്ത് ആദ്യത്തെ ടീമിൽ. അത് കണ്ടിട്ടാണ് രണ്ടാമത്തെ ടീമിലേക്ക് വിളിക്കുന്നത്. ആ സിനിമ കണ്ടിട്ടാണ് അവാർഡ് ചെയ്തിട്ടുണ്ട് ഫോർ ബെസ്റ്റ് ക്യാരക്ടർ ആക്ടർ 2021. അങ്ങനെ മമ്മൂട്ടി, പൃഥ്വിരാജ്, സുകുമാരൻ, ഓരോരുത്തരുണ്ട്. 18ാം പടി സ്പോർട്സ് ടൈം വരെ. ഇത് മനോജ് കെയ്യാനാണ് എന്റെ അപ്പൻ. അത് കൊള്ളാവുന്ന അപ്പൻ എടുക്കുന്നത് മനോജ് കെയ്യനൊക്കെ. അതെ. വേറെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ പറയാനല്ലായിരുന്നു പറയാനെങ്കിൽ. യൂട്യൂബ് ഉണ്ടല്ലോ, യൂട്യൂബില്. അതിനെ ആശംസിക്കും.
നമ്മുടെ ഇന്നത്തെ ചെറിയ ഒരു സംസാര വിഷയം നിങ്ങളൊക്കെ കാലികമായി വായിച്ചറിഞ്ഞ കണ്ടറിഞ്ഞ ഒരു വാർത്താ ശകലത്തിന്റെ പിൻകുറിപ്പാണ്. എന്ന് വെച്ചാൽ MT കുറിച്ചാണ് നമുക്ക് സംസാരിക്കുന്നത്. MT എന്ന രണ്ട് ചുരുക്കക്ഷരം കൊണ്ട് മലയാള കഥയെ എന്ന് ചുരുക്കി പറഞ്ഞാൽ ശരിയാവില്ല. ഒരുപക്ഷെ ആഗോള തലത്തിലെടുത്താൽ എണ്ണപ്പെട്ട കുറെ കഥാകാരന്മാരുടെ ലിസ്റ്റിലേക്ക് പേര് ചേർക്കപ്പെട്ട ഒരു അതുല്യ പ്രതിഭയായിരുന്നു നമ്മുടെ വാസുദേവൻ നായർ. വായനയുടെ ആദ്യ തലങ്ങളിലേക്കെങ്കിലും കടന്നുപോയായിരുന്നു. എന്നുവെച്ചാൽ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ വായിച്ചവർക്ക് ഒരിക്കലെങ്കിലും MT വായിക്കാതിരിക്കാനാവില്ല. കാരണം മലയാളിയുടെ വായനാ ലോകത്തെ ഇത്രമാത്രം സ്വാധീനിച്ച ഒരു എഴുത്തുകാരൻ അതിശയിക്കുന്നതുമില്ലാതെ പറയാൻ പറ്റുന്നത് MT തന്നെയാണ്. എഴുത്തുകാരനെന്ന നിലയിൽ ഒതുങ്ങി നിൽക്കാതെ മറ്റു മേഖലകളിലേക്ക് വ്യാപിച്ച് ഇപ്പോ ഉദാഹരണമായ സിനിമയിലേക്ക് ഇടപാടുകളിലെ സുതാര്യത, 70 കോടിയിലധികം പ്രവർത്തന മൂലധനം, 18 വർഷത്തെ പ്രവർത്തന മികവിലൂടെ സഹകരണ മേഖലയിൽ ചരിത്ര നേട്ടം കുറിച്ച് ചെറുപുഴ മർച്ചന്റ്സ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി. നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്കും പൂർണ്ണ സുരക്ഷയും. 25 ലക്ഷം രൂപ വരെ വ്യക്തിഗത വായ്പകൾ, വ്യാപാരികൾക്ക് പരസ്പര ജാമ്യത്തിൽ ബിസിനസ് വായ്പകൾ, കർഷകർക്കും തൊഴിലാളികൾക്കും കുറഞ്ഞ തവണ വ്യവസ്ഥയിൽ വായ്പകൾ, കുറഞ്ഞ പലിശ നിരക്കിൽ വളരെ വേഗത്തിൽ സ്വർണ്ണ വായ്പ, സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ സൗകര്യം, ഇന്ത്യയിലെ ഏത് ബാങ്കുകളിലേക്കും പണമയക്കാവുന്ന RTGS NEFT സൗകര്യം. ചെറുപുഴ, പെരിങ്ങൂർ, വയക്കര പഞ്ചായത്ത് പരിധികളിലായി 3 ബ്രാഞ്ചുകൾ. ഇച്ഛാശക്തിയുള്ള ഭരണസമിതി, ജനകീയമായി ഇടപെടലുകൾ നടത്താനും അറിയുന്ന ജീവനക്കാർ. നിങ്ങളുടെ ധനകാര്യ ഇടപാടുകൾക്ക് ഏറ്റവും വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം ചെറുപുഴ മർച്ചന്റ്സ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി. ഹെഡ് ഓഫീസ് ചെറുപുഴ. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ: മെയിൻ ബ്രാഞ്ച് ചെറുപുഴ, ഫോൺ 04985243255. ഈവനിംഗ് ബ്രാഞ്ച് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ, ഫോൺ 04985242255. പാടിയോട്ടുചാൽ ബ്രാഞ്ച്, ഫോൺ 04985242155.